എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് വിനായകൻ. തൻ്റെ പ്രവൃത്തി കൊണ്ടും സംസാര രീതി കൊണ്ടും ഏറെ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ട് വിനായകൻ എന്ന നടൻ. പലപ്പോഴും തൻ്റെ പ്രവൃത്തികളുടെ ഫലമായി വിനായകന് ലഭിച്ചിട്ടുള്ളത് കുപ്രസിദ്ധിയാണ്. മുൻപ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നടൻ വിനായകൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അതുപോലെ ഏറ്റവും ഒടുവിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിന് വിനായകൻ അറസ്റ്റിലാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കുകയായിരുന്നുവെന്നും ഇതേ തുടർന്ന് നടനെ അറസ്റ്റ് ചെയ്തെന്നും ആണ് അന്ന് പോലീസ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നാണ് വിനായകനെതിരെ അന്ന് കേസെടുത്തിരുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള കലൂരിൽ തന്നെയാണ് വിനായകൻ ഭാര്യയ്ക്കൊപ്പം താമസിച്ചിരുന്നത്. വീട്ടിൽ ഭാര്യയുമായുള്ള ബഹളത്തിന്റെ പേരിൽ വിനായകൻ തന്നെയാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചതെന്ന് പോലീസ് പറഞ്ഞിരുന്നു. തുടർന്ന് മഫ്തിയിൽ വനിതാ പോലീസ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീട്ടിലെത്തിയ വനിതാ പോലീസിനോട് വിനായകൻ ബഹളം വെച്ചു. അതിനുശേഷം വിനായകൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കിയെന്നും പോലീസ് പറഞ്ഞു. പൊതുയിടത്തിൽ മദ്യലഹരിയിൽ ബഹളമുണ്ടാക്കിയതിനും സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിനും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം വിനായകനെതിരെ കേസെടുത്തിരുന്നു. ഇതിനൊക്കെ പുറമെ മദ്യപാനി, കഞ്ചാവ് എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളും നടൻ വിനായകനുണ്ട്. എന്നാൽ മുൻപുണ്ടാക്കി വെച്ച വിവാദങ്ങളൊക്കെ കെട്ടടങ്ങും മുൻപേ പുതിയൊരു വിവാദത്തിനു കൂടി തിരികൊളുത്തിയിരിക്കുകയാണ് വിനായകൻ. പ്രശസ്തമായ പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിൽ നടൻ വിനായകൻ രാത്രി നടയടച്ച ശേഷം ദർശനത്തിന് എത്തിയതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം. രാത്രി 11 മണിക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നായിരുന്നു വിനായകന്റെ ആവശ്യം. എന്നാൽ ക്ഷേത്ര ഭാരവാഹികൾ അത് അംഗീകരിച്ചില്ല. ഇത് ജാതി അധിക്ഷേപമാണെന്ന തരത്തിൽ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് നാട്ടുകാരും വിനായകനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. താൻ ഭഗവാനെ കാണാൻ വന്നതാണെന്നും ഒന്ന് മാറി നില്ലടോ എന്നും വിനായകൻ പറയുന്നത് ദൃശ്യങ്ങളിൽ കേൾക്കാനാകും. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. ക്ഷേത്രത്തിന്റെ നടയടച്ച ശേഷമാണ് നടൻ കൽപ്പാത്തിയിലെത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് വിനായകൻ ഭാരവാഹികളോട് ആവശ്യപ്പെടുകയായിരുന്നു. നാട്ടുകാർ ഇത് തടഞ്ഞു. ഇതിനു പിന്നാലെ ജാതി വിവേചനം മൂലമാണ് വിനായകനെ ക്ഷേത്രത്തിൽ കയറ്റാത്തതെന്ന തരത്തിൽ ഒരു വിഭാഗം ആക്ഷേപമുന്നയിച്ചു. അതേസമയം ഫേസ്ബുക്കിൽ ഒരു ചെറുകുറിപ്പിലൂടെ മാത്രമാണ് വിനായകൻ വിശദീകരണവുമായി വന്നത്. അയ്യങ്കാളിയെയും അയ്യങ്കാറിനെയും തമ്മിലടുപ്പിച്ച് ഇനിയും കുടുംബം പോറ്റാൻ നോക്കണ്ട, സർവത്ര ശിവം എന്നാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈയൊരു കുറിപ്പല്ലാതെ മറ്റ് യാതൊരു വിശദീകരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതികരണമോ വിനായകന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം കൽപ്പാത്തി ക്ഷേത്രത്തിൽ നാട്ടുകാരും വിനായകനും തമ്മിൽ നടന്ന വാക്കുതർക്കത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ പ്രതികരിച്ചിരുന്നു. വിനായകന് കൽപ്പാത്തി ക്ഷേത്രത്തിൽ വിലക്കേർപ്പെടുത്തിയിട്ടില്ല എന്നും രാത്രി 11 മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചതെന്നുമാണ് ഭാരവാഹികൾ സംഭവത്തെ വിശദീകരിച്ചത്. മറ്റ് തർക്കങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി. പക്ഷേ രാത്രി കൽപ്പാത്തിയിലെത്തിയ ചലച്ചിത്ര താരം വിനായകന് കൽപ്പാത്തി ക്ഷേത്രത്തിൽ വിലക്കേർപ്പെടുത്തിയെന്നാണ് വാർത്തകൾ പ്രചരിച്ചത്. തനിക്ക് ദർശനം നടത്തണമെന്ന് വിനായകൻ ആവശ്യപ്പെടുന്ന വീഡിയോയും പുറത്തു വന്നതോടെ ഈ പ്രചരണം തികച്ചും അവാസ്തവമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശത്തെ വാർഡ് മെമ്പർ സുഭാഷ് കൽപ്പാത്തി രംഗത്തെത്തിയിരുന്നു. ക്ഷേത്ര പരിസരത്ത് വെച്ച് പ്രദേശവാസിയായ ആളോട് വിനായകൻ കയർത്തെന്നും പ്രദേശവാസികൾ പറയുന്നു. വിനായകൻ വിളിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ജാതി വിവേചനം മൂലമാണ് വിനായകനെ ക്ഷേത്രത്തിൽ കയറ്റാത്തതെന്ന തരത്തിലുള്ള ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. വിനായകൻ കൽപ്പാത്തി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയപ്പോൾ അനുവദിച്ചില്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഭാരവാഹികളുടെ പ്രതികരണം. രാത്രി നടയടച്ചതിന് ശേഷമാണ് കൽപ്പാത്തിയിൽ നടൻ എത്തിയതും ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടതും. നാട്ടുകാരുമായി തർക്കം ആരംഭിച്ചതോടെ പെട്രോളിങ്ങിനെത്തിയ പോലീസ് ഇടപെട്ടാണ് വിനായകനെ തിരിച്ചയച്ചത്.
അർദ്ധരാത്രി വന്ന് ക്ഷേത്രനട തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് കൽപ്പാത്തിയിൽ ബഹളമുണ്ടാക്കിയ വിനായകനെ തടഞ്ഞത് ജാതീയ വിവേചനമെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഇത്തരത്തിൽ വാർത്ത നൽകിയത് ഒരു യൂട്യൂബ് ചാനലാണെന്നും യൂട്യൂബ് ചാനലിന്റെ ആ നടപടി നിരാശാജനകമാണെന്നും മെമ്പർ സുരേഷ് കൽപ്പാത്തി പ്രതികരിച്ചിരുന്നു. മെയ് 13 രാത്രി 11 മണിയോടെയാണ് വിനായകനെത്തുന്നത്. കൽപ്പാത്തി ജംഗ്ഷനിൽ വാഹനം നിർത്തി ഇറങ്ങി വരികയായിരുന്നു. എന്നാൽ തൊപ്പിയും ബർമുഡയും ഒക്കെ ധരിച്ചു വന്ന വിനായകനെ പെട്ടെന്ന് നാട്ടുകാർക്ക് തിരിച്ചറിയാനായില്ല. ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന വിനായകൻ ബഹളം വെക്കുകയായിരുന്നു. അടച്ച നട തുറന്ന് ഇപ്പോൾ തന്നെ ഭഗവാനെ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് ബഹളമായപ്പോഴാണ് പോലീസ് എത്തിയത്. പോലീസുകാർക്ക് കാര്യം മനസ്സിലായപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. പിറ്റേന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ച് ജാതി വിവേചനമാണെന്ന് ആരോപിച്ചത്. കൽപ്പാത്തിയിൽ വിനായകന് വിലക്കോ എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു വാർത്ത. വിനായകന് ഒപ്പം വന്ന ആളുകൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നത്. ജാതിമത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം. അങ്ങനെയൊരു സ്ഥലത്തെത്തി വിനായകനെ പോലെ ഒരു സെലിബ്രിറ്റി ഇത്തരത്തിൽ പെരുമാറരുതായിരുന്നുവെന്നും അതുപോലെ അദ്ദേഹം അർദ്ധരാത്രി അവിടെ ചെന്ന സമയത്ത് മദ്യപിച്ചിരുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങളെ സ്വീകരിക്കുന്ന കൽപ്പാത്തി ക്ഷേത്രത്തെക്കുറിച്ച് ഇത്തരത്തിൽ മോശമായ രീതിയിൽ പ്രചരണം നടത്തുന്നത് നിർഭാഗ്യകരമാണെന്നും കൽപ്പാത്തിയിലെ ജനങ്ങൾ പ്രതികരിച്ചു.